നിങ്ങൾ എത്രമേൽ തെറി പറഞ്ഞാലും ഈ വസ്തുത അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇനിയും ഒരുപാട് വെള്ളിയാഴ്ചകൾ വരേണ്ടി വരും. ജമിനി, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നാൽ എന്താണ്? ആരെല്ലാമായിരുന്നു അതിന്റെ ഗുണഭോക്താക്കളായി വന്നിരുന്നത്? അതിനെക്കുറിച്ച് ഞാനൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക അന്തസ്സും മെച്ചപ്പെടുത്തുക എന്നതാണ്. 35 മുതൽ 60 വയസ്സുവരെയുള്ള മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത വരുമാനമില്ലാത്ത സ്ത്രീകൾക്കായിരുന്നു ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ യോഗ്യതയുണ്ടായിരുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാനോ മറ്റെന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടോ? ഇതിനു വേണ്ടി ഇടതുപക്ഷ സർക്കാർ ബജറ്റിനകത്ത് എത്ര തുകയാണ് നീക്കിവെച്ചിരുന്നത്? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അവരുടെ അവസാന ബജറ്റിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3720 കോടി രൂപയാണ് നീക്കിവെച്ചിരുന്നത്. ഇതൊരു വലിയ തുകയാണ്. ഇത് പദ്ധതിയുടെ വ്യാപ്തിയും എത്രയധികം പേർക്ക് ഈ സഹായം ലഭിച്ചിരുന്നു എന്നും വ്യക്തമാക്കുന്നു. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന സമയത്ത് ഈ തുക ഓർക്കണം കേട്ടോ, 3720 കോടി രൂപ പ്രതിവർഷം സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് നീക്കിവെച്ചിരുന്നു. മൊത്തം 31 ലക്ഷം ആളുകൾ, 31 ലക്ഷത്തിലധികം വരാൻ സാധ്യതയുണ്ട്. 31 ലക്ഷം ആളുകൾ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. സർക്കാരിന് അറിയാമല്ലോ എത്ര BPL കാർഡുകാരുണ്ട്, അവരിൽ എത്ര ഈ പ്രായക്കാരായ എത്ര ആളുകളുണ്ട്. ചെറിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം 31 ലക്ഷത്തോളം സ്ത്രീകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു വർഷത്തേക്ക് ഈ പറയുന്ന 3720 കോടി രൂപ ബജറ്റിൽ ഇതിനു വേണ്ടി നീക്കിവെച്ചത്. 2 മാസം ഇതിനു വേണ്ടി അപേക്ഷ ക്ഷണിച്ച ഉടനെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇത് തട്ടിപ്പാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന തട്ടിപ്പാണ്, ആരും അപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരും വ്യാപകമായി പ്രചരിപ്പിച്ചത്. കുറേ ആളുകൾ അത് വിശ്വസിച്ചു, ആരും അപേക്ഷിച്ചില്ല, പല ആളുകൾ അപേക്ഷിച്ചില്ല. ആദ്യത്തെ മാസം അപേക്ഷ വന്നത് 10 ലക്ഷത്തോളം ആളാണ് അപേക്ഷയുമായി വന്നത്. സർക്കാർ പ്രതീക്ഷിച്ച 31 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം ആളുകൾ മാത്രമാണ് അപേക്ഷിച്ചത്. കാരണം ഇത് സ്വാഭാവികമായിട്ടും UDFകാർ വീട് കയറിയിട്ട് മതത്തിൻ്റെ വക്താക്കളൊക്കെ ആയിട്ട് താടിയും തലയെക്കെട്ടും കുറിയും ഇതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പറയുകയാണല്ലോ. അതുകൊണ്ട് പലരും അപേക്ഷിച്ചില്ല. 2ാമത്തെ മാസം കുറച്ച് ആളുകൾ കിട്ടി തുടങ്ങി. 2ാമത്തെ മാസം അപേക്ഷിച്ചു, അത് 18 ലക്ഷത്തോളം ആളുകളായി. സ്വാഭാവികമായിട്ടും തുടർന്നുള്ള 2-3 മാസങ്ങൾ ഇത് വ്യാപകമായി പ്രചരിക്കുന്നതോട് കൂടിയിട്ട് ഈ 31 ലക്ഷത്തിലേക്ക് ഈ ആളുകളുടെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ ഉറപ്പാണല്ലോ. ആ പദ്ധതി VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിർത്തലാക്കി. എന്ന് വെച്ചാൽ സർക്കാർ അതിനു വേണ്ടിയിട്ട് ബജറ്റിൽ നീക്കിവെച്ച തുകയിൽ നിന്ന് ആ തുക ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആ പദ്ധതി തുടരേണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചതായിട്ടാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം എന്ന് വെച്ചാൽ 310 കോടി രൂപ പ്രതിമാസം ചെലവ് വരുന്ന ആ പദ്ധതിക്ക് പകരം VD സതീശൻ സർക്കാർ എല്ലാ KSRTC ബസ്സിലും നിങ്ങൾക്ക് ടൂർ പോകാനും അതേപോലെ തീർത്ഥാടന യാത്ര പോകാനും എപ്പോൾ പോകാനും എങ്ങോട്ട് പോകാനും കഴിയുന്ന തരത്തിലാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ അവസാനം അത് വാഗ്ദാനം ചെയ്തത് അവസാനം പ്രഖ്യാപിച്ചു നോക്കുമ്പോൾ ഓർഡിനറി സർവീസുകളിൽ മാത്രം. ആ ഓർഡിനറി സർവീസുകളിൽ മാത്രം എന്ന് പറഞ്ഞതിലാണ് പിന്നീട് ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്ന കലാപരിപാടി നടന്നത്. അതിൽ ചില മാധ്യമങ്ങൾക്കെതിരെയൊക്കെ UDFകാർ പ്രചരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ നിന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിലല്ല ആ വാർത്ത വന്നത്. ഈ 15-ാം തീയതിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം. ഇന്നലെ 14-ാം തീയതി വൈകിട്ടാണ് ഈ വാർത്ത ആദ്യമായിട്ട് വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തത്. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഈ സ്റ്റിക്കറുകൾ മാറ്റി ഒട്ടിക്കുന്ന അല്ലെങ്കിൽ ബോർഡുകൾ മാറ്റിവെക്കുന്ന ജീവനക്കാരെയാണ്, KSRTCയുടെ ജീവനക്കാരെയാണ്. എന്ന് വെച്ചാൽ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് വെക്കുന്ന, ഈ ഓർഡിനറി ബസ് എന്നുള്ള ബോർഡ് മാറ്റി ഈ ബോർഡ് വെക്കുന്ന ചിത്രങ്ങളും വീഡിയോസൊക്കെ കാണിച്ചുകൊണ്ടാണ് മറുനാടൻ മലയാളി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും വ്യാജ വാർത്തയാണെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണെങ്കിൽ ആദ്യം കേസ് കൊടുക്കേണ്ടത് മറുനാടൻ മലയാളിക്കെതിരെയാണ്, പിന്നീട് കേസ് കൊടുക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിനെതിരെയാണ്. ഈ 2 വാർത്തയും ഈ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് ഞാനാണ് എനിക്കെതിരെയും കേസ് കൊടുക്കാം. ഇനി മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ആരുടേതാണ്?
ഷാജൻ സ്കറിയ. ഒരിക്കൽ ഷാജൻ സ്കറിയ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ അന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം വി ഡി സതീശൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എൻ്റെ ഒരു സഹോദരനെ പോലെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, എൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്തു എന്നുള്ള രീതിയിൽ ഭയങ്കര സൗഹാർദ്ദപരമായിട്ട് എന്തോ ഒരു വലിയ ഇൻ്റർവ്യൂവിനെ മാനസികമായിട്ട് സംതൃപ്തി നേടിയ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കൊടുത്ത പോലെയാണ് അത് ആ ഇൻ്റർവ്യൂവിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അതേ ആൾ തന്നെയാണ് വി ഡി സതീഷിന് ഈ പണി കൊടുത്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അത് വ്യാജമാണെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കണം, ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത കൊടുത്തതിന്. രണ്ടാമത്, റിപ്പോർട്ടർ ചാനലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടർക്കെതിരെയും കേസ് കൊടുക്കുക. പക്ഷെ കേസ് കൊടുക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടറിൻ്റെ ചാനൽ പ്രതിനിധി ഈ പറയുന്ന ഈ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പല സ്ത്രീകളോട് മൈക്ക് നീട്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഈ സൗജന്യം കിട്ടാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. 7-8 ആളുകളോട് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് സൗജന്യ യാത്ര അനുഭവിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അരമണിക്കൂറും 3/4 മണിക്കൂറും ബസ്സിന് വേണ്ടി കാത്തു നിന്ന് മടുത്തവരും യാത്ര ചെയ്തത് പണം കൊടുത്ത് യാത്ര ചെയ്യുന്നവരോടൊക്കെ ബൈറ്റുകളാണ് അതിൽ കേട്ടത്. അപ്പോൾ കേസ് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം? ഇങ്ങനെ നുണ പറഞ്ഞ ഇതൊക്കെ ഇവരുടെ അഭിപ്രായത്തിൽ നുണയാണെന്നാണ്. ഈ നുണ പറഞ്ഞ ആളുകളുണ്ടല്ലോ, സ്ത്രീകളൊക്കെ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി നുണ പറഞ്ഞവർക്ക് എതിരെയൊക്കെ കേസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയം വിട്ടേക്ക്. പ്രശ്നം എത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പാവപ്പെട്ട BPL കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 310 കോടി രൂപ, പ്രതിമാസം ലഭിക്കേണ്ടിയിരുന്ന 310 കോടി രൂപ വി ഡി സതീശൻ മുടക്കിയിട്ട് വി ഡി സതീഷിൻ്റെ തന്നെ കണക്ക് പ്രകാരമാണെങ്കിൽ മാസം 60 കോടി രൂപ KSRTCക്ക് അധിക ചെലവ് വരുന്ന ഈ സ്ത്രീ സൗജന്യ യാത്ര തുടങ്ങി എന്നുള്ളതാണ്. ലാഭം എത്രയാണ്? 310. അതിൽ നിന്ന് എത്രയാണ് പോകുന്നത്? 60 കോടി രൂപ. 310 എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20% ആ കിട്ടിയ കാശിൽ നിന്ന് ചെലവാക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. ഏത്? സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതിലൂടെ 310 കോടി രൂപ വന്ന് വെറും അതിൽ നിന്ന് ഒരു 60 കോടി രൂപ മാത്രം KSRTCയിലെ സൗജന്യ യാത്രയ്ക്ക് ചെലവഴിക്കുന്നു. ഇതിലൂടെ മൂപ്പർ വലിയ കയ്യടി നേടുന്നു. ഇത് ത്രിവർണ്ണ പൊട്ടന്മാരെയും പച്ചപ്പട അസർപ്പന്മാരെയും ബോധ്യപ്പെടുത്തുക എന്ന് തന്നെ എൻ്റെ പൊന്നുമക്കളെ സാധ്യമാവില്ല. ആ ജാതിയുള്ള മൊയന്തുകളാണ്. അണ്ണാക്ക് തൊടാതെ വി ഡി സതീശൻ പറയുന്നത് അതേപോലെ വിഴുങ്ങി. എത്ര നുണകൾ നമ്മളിങ്ങനെ വി ഡി സതീശൻ്റെ നുണകൾ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊക്കെ നമ്മളിങ്ങനെ പുറത്തു വിട്ടു. വസ്തുതയും നുണയും ഇങ്ങനെ മാറി സതീശൻ തന്നെ പറയുന്ന വസ്തുതയും സതീശൻ തന്നെ പറയുന്ന നുണയും മാറി പുറത്തു വിട്ടുകൊണ്ട് എന്നിട്ട് ആർക്കെങ്കിലും എന്തുണ്ടായോ? ഒരു സംഭവമില്ല. ആ ജാതിയുള്ള മൊയന്തുകളുണ്ട്, അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇനി ഇത് ശരിയാണ്, നിങ്ങൾ ഈ പദ്ധതികളൊന്നും നിർത്തലാക്കാതെ, സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും നിർത്തലാക്കാതെ ഒരു പദ്ധതി തുടങ്ങിയ അതിനിപ്പോൾ ഓർഡിനറി ബസ്സുകൾ മാത്രമാണെങ്കിൽ പോലും ഞങ്ങളത് അംഗീകരിക്കും. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും തുല്യമായിട്ട്, എല്ലാ ജില്ലയിലും തുല്യമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം അതിലേക്ക് മാറണം. എല്ലായിടത്തും KSRTC, എല്ലാ ജില്ലകളിലും ജനസംഖ്യ അനുപാതത്തിനുള്ള KSRTC ബസ്സുകൾ ഇടണം. അങ്ങനെ ഉണ്ടോ? ഒരു സ്ഥലത്തുള്ളതിൻ്റെ 10-1 പോലും ഇല്ലാത്ത ജില്ലകളില്ലേ? 20-1 പോലും ഇല്ലാത്ത ജില്ലകളില്ലേ? ഇപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള KSRTCയുടെ ബസ്സിൻ്റെ എണ്ണവും മലപ്പുറത്തുള്ള KSRTC ബസ്സിൻ്റെ എണ്ണവും നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. മലപ്പുറത്താകട്ടെ ജനസംഖ്യ കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ള, അതുപരി ഏറ്റവും കൂടുതൽ UDFന് വോട്ടും സീറ്റും കൊടുത്ത ഈ ജില്ലയിൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലയിൽ കിട്ടുന്ന, ഇപ്പോൾ കേരളത്തിലെ ആവറേജ് ഇന്നലെ പുറത്തു വന്ന കണക്ക് പ്രകാരം ഏതോ മാധ്യമം റിപ്പോർട്ട് ചെയ്തു 13 ലക്ഷം സ്ത്രീകൾ ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ കണക്കങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നാൽ പോലും അത് വിശ്വാസത്തിലെടുത്താൽ പോലും സ്ത്രീകളുടെ ജനസംഖ്യയുടെ മൊത്തം കേരളത്തിലുള്ള സ്ത്രീകളുടെ ജനസംഖ്യയിലെ 13 ലക്ഷം എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം 7% താഴെയാണ്. എന്ന് വെച്ചാൽ 100-ൽ 7 സ്ത്രീകൾ അല്ലെങ്കിൽ 6 കൂടുതൽ സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ ആവറേജ് ആണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അത് 1-2 സ്ത്രീകളായിരിക്കും. 100-ൽ 1-2 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മുടങ്ങിപ്പോയ ആനുകൂല്യം എന്താണ്? നിരവധിയായ BPL കുടുംബങ്ങൾക്ക് 1000 രൂപ വെച്ച് ലഭിച്ചിരുന്ന ആ പദ്ധതി മുടക്കിയിട്ടാണ് ഈ ചെറിയ പദ്ധതി തുടങ്ങി കയ്യടി നേടുന്നത്. ഇത് ഈ അസന്തുലിതാവസ്ഥ നിലനിൽക്കുമ്പോൾ ആ ഒരു വരും. മറ്റൊന്ന്, ഈ പറയുന്ന ഒരു വലിയ പദ്ധതി, അതും BPL കുടുംബങ്ങളിലെ പാവം പിടിച്ച സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന, അതും ഒരു മാസം 310 കോടി രൂപ അവർക്ക് വേണ്ടി സർക്കാർ നീക്കിവെച്ച ആ പദ്ധതി അവസാനിപ്പിച്ചിട്ട് ഈ പദ്ധതി തുടങ്ങി കയ്യടി നേടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന ചോദ്യങ്ങളെ ഞങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ എത്രമേൽ തെറി പറഞ്ഞാലും ഈ വസ്തുത അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇനിയും ഒരുപാട് വെള്ളിയാഴ്ചകൾ വരേണ്ടി വരും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.